പാലാ മീനച്ചിലിൽ ദുരൂഹ സാഹചര്യത്തിൽ 84-കാരനായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മീനച്ചിൽ പടിഞ്ഞാറേമുറിയിൽ മാത്യു തോമസിനെയാണ് കഴിഞ്ഞ മാസം കാണാതായത്. സ്പെഷ്യൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ 100ഓളം പോലീസുകാരും ചേർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് 3 ആഴ്ച. അന്വേഷണം നിലച്ച സാഹചര്യത്തിൽ ബന്ധുക്കൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി തിരച്ചിലിനായി കർക്കശ നിലപാടെടുത്തത്. മാത്യു തോമസിനെ വീടിന് സമീപത്തു നിന്നും കാണാതായത് 2024 ഡിസംബർ 21-നായിരുന്നു. മാത്തച്ഛനും ഭാര്യയും മാത്രമായിരുന്നു കുടുംബ വീട്ടിൽ താമസിച്ചത്. രാവിലെ പതിവ് നടത്തത്തിന് ഇറങ്ങിയ മാത്തച്ഛൻ ഉച്ചയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കാണാതാകുമ്പോൾ മാത്തച്ഛന്റെ കൈവശം മൊബൈൽ ഫോണോ പണമോ ഉണ്ടായിരുന്നില്ല. 21-ന് 10 മണിയോടെ ഒരു വാഹനത്തിന്റെ ഡോർ പലവട്ടം തുറന്നടയ്ക്കുന്നത് കേട്ടുവെന്ന് സമീപവാസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപ വീടുകളിൽ CCTV ഇല്ലാതിരുന്നതും അന്വേഷണത്തിന് തടസ്സമായി. തുടർന്ന് പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് തുടക്കത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും തുടർന്ന് അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. സംഭവം കാണാതാകലിൽ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള മാത്തച്ഛൻ ഒരു കാരണവശാലും വീട് വിട്ടു പോവില്ലെന്നും മരുന്നുകളൊന്നും കയ്യിൽ കരുതാത്തതിനാൽ ആരോഗ്യനില മോശമാകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. സ്പെഷ്യൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ 100ഓളം പോലീസുകാരും ചേർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. ഐഫോറിയ ന്യൂസ്, പാലാ.